നമസ്കാരം. കുരുന്നുപ്രായത്തിൽ വ്യത്യസ്ത സംഭവത്തിൽ മാതാപിതാക്കളെ നഷ്ടമായി. പൊള്ളലേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് മടക്കം. താമസിക്കാൻ സ്വന്തമായി വീടില്ലെന്ന കുരുന്ന് അതിജീവിതയുടെ നൊമ്പരം നാടിന്റെ നോവായി. ഒരു കൂട്ടം സ്വമനസ്സുകൾ ഒത്തുചേർന്നപ്പോൾ സുരക്ഷിത ഭവനവും ഒരുങ്ങി. സാന്ത്വനം നിവാസ് ഇനി മണിക്കുട്ടിക്ക് സ്വന്തം. ഇന്നലെ രാവിലെ ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും ചേർന്ന് നാടമുറിച്ചായിരുന്നു ഗൃഹപ്രവേശം. തുടർന്ന് പാലുകാച്ചൽ നടത്തി. റവറൻ ഫാദർ തൂമ്പുങ്കൽ, റവറൻ ഫാദർ എൽദോസ് കൂറ്റപ്പാല എന്നിവരുൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരും വിവിധ മഠങ്ങളിൽ നിന്നെത്തിയ സന്യാസിനി സമൂഹവും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങുകളിൽ പങ്കാളികളായി. തുടർന്ന് അടിമാലി 1000 ഏക്കർ സെന്റ് തോമസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൽ നിന്നും മണിക്കുട്ടി എന്ന അളകനന്ദയും മുത്തശ്ശി ഗീതയും ചേർന്ന് വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായവർക്ക് സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ സിസ്റ്റർ പ്രദീപ CMI അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത മെത്രാൻ ജോൺ നെല്ലിക്കുന്നേൽ, എൽദോസ് കൂറ്റപ്പാല കോർപ്പ് എപ്പിസ്കോപ്പ, DCC പ്രസിഡന്റ് CP മാത്യു, മുൻ MLA AK മണി, CS റെജികുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ നേർന്നു. സ്നേഹസാന്ത്വനം തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രം നടത്തിപ്പുകാരനും തീപ്പൊള്ളൽ പാരമ്പര്യ ചികിത്സാ രംഗത്തെ പ്രമുഖനുമായ ജോർജ് ഫിലിപ്പ് എന്ന ജോർജ് വൈദ്യർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണിക്കുട്ടിയടക്കം പൊള്ളലേറ്റ് അവശനിലയിൽ ആശുപത്രികൾ ഉപേക്ഷിച്ച നിരവധി പേരെ ജോർജ് വൈദ്യർ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. ഇതിന്റെ പേരിൽ നിരവധി ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. 2022 ജനുവരി 15 കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിലുള്ള വീട്ടിൽ വെച്ചാണ് അളകനന്ദയുടെ ജീവിതം മാറ്റിമറിച്ച ആസിഡ് ആക്രമണം നടന്നത്. കുടുംബ വഴക്കിനെ തുടർന്ന് അളകനന്ദയുടെ അമ്മ നിജയുടെ ദേഹത്തേക്ക് പിതാവ് ആസിഡ് ഒഴിക്കുകയായിരുന്നു. ഈ സമയം സമീപത്ത് നിന്നിരുന്ന അളകനന്ദയുടെ ദേഹത്തും ആസിഡ് വീണു. ഗുരുതരമായി പരിക്കേറ്റ അമ്മയെയും മകളെയും ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായ പിതാവിനെ പിന്നീട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തി. ചികിത്സയിലിരിക്കെ 7ാം നാൾ അമ്മയും മരിച്ചു. ഇതോടെ കുടുംബത്തിൽ അളകനന്ദയും സഹോദരനും മുത്തശ്ശി ഗീതയും മാത്രമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 മാസത്തോളം അളകനന്ദ ചികിത്സയിൽ തുടർന്നു. പിന്നീടാണ് അളകനന്ദയെ മുത്തശ്ശി അടിമാലി 200 ഏക്കറിൽ ജോർജ് വൈദ്യൻ നടത്തിവരുന്ന സ്നേഹസ്വാന്തനം തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. 5 മാസത്തെ ചികിത്സയിൽ ഭൂരിഭാഗം പൊള്ളലും ഭേദപ്പെട്ടു. അളകനന്ദയും മുത്തശ്ശിയും അന്നു മുതൽ ഈ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു താമസം. ഗീത വൈദ്യശാലയിൽ ജോർജ് വൈദ്യരുടെ സഹായിയായി ജോലി ചെയ്തു വരികയാണ്. സമീപത്തെ കൂമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മണിക്കുട്ടി. വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുന്നതും ജോർജ് വൈദ്യർ തന്നെ. മണിക്കുട്ടിക്കായി വീടൊരുക്കാൻ ആലോചനകൾ നടന്നപ്പോൾ തന്നെ സ്കൂൾ അധികൃതർ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരുന്നു. M4 മലയാളം, അടിമാലി.